ഹലോ, വീണാസാറിന്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീണ്ടും ഒരു പുതിയൊരു വിഷയമായിട്ട് വന്നേക്കാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ ഒരു താരം, നമ്മുടെ മെയിൻ താരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇല്ലിക്കൊമ്പില്ലേ, ഇല്ലിക്കൊമ്പ് കത്തി കാണുന്നുണ്ട് എനിക്കറിയില്ല. ചെറുതായിട്ട് കൊത്തിയായിരുന്നു വെച്ച് ചിലപ്പം 1-2 ദിവസം അല്ലെങ്കിൽ എത്രത്തോളം പഴക്കം വരുന്നോ അത്രത്തോളം ടേസ്റ്റ് കൊടുക്കും. ഇത് 3-4 ദിവസമൊക്കെ ആയി. അപ്പം അത് വെള്ളത്തിൽ കൊത്തി അരിഞ്ഞിട്ട് വെച്ച് ഇപ്പം 1-2 കാലം കഴുകി അതങ്ങനെ കഴുകിയെടുക്കുമ്പോഴേ അതിൻ്റെ കട്ട് മാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞെപ്പ് മഞ്ഞളിട്ട് വെച്ചിട്ടുണ്ട്. അത് തിരുമ്പി നമുക്ക് കടുക് പൊട്ടിച്ച് അതിലിടാം. അത് കഴിഞ്ഞ് മസാല ചൂടാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് സ്റ്റവ് കത്തിക്കാം നമുക്ക്. അപ്പോഴേക്കും ഉപ്പ് മഞ്ഞളിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് തിരുമ്മി എടുക്കാം. നമ്മൾ തിരുമ്മി എടുക്കാം കേട്ടോ. തിരുമ്മി എടുക്കുമ്പോൾ എന്താ പറയുക, എവിടെയെങ്കിലും ഇളക്കാൻ വിട്ട് ഉപ്പ് ചേരാത്തൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ചേർന്നോളൂ. അങ്ങനെ അതുകൊണ്ട് കേട്ടോ. ചിലപ്പം ഇട്ട് കഴിഞ്ഞ് ഇളക്കുമ്പോഴേ കട്ടിപ്പ് പിടിക്കില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഇളക്കി തിരുമ്മി എടുക്കാം. സാധാരണ ഉപ്പിലാക്കുമ്പോൾ ഉപ്പേരി ആക്കാം. പിന്നെ കറി വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല കേട്ടോ. ആ കൂടെ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അത് രസമാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ വെച്ച് കഴിക്കുന്ന നല്ല രസമാണ്. നമുക്ക് എണ്ണ വയ്ക്കട്ടെ. എണ്ണ ഒഴിച്ചു. കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടാവേ. കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടാം. കടുക് വേണേ. നെക്സ്റ്റ് കറിവേപ്പില. കറിവേപ്പില വേണേ. അതിൻ്റെ കൂടെ നമുക്ക് ഇടാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇട്ട ഇല്ലിയിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ ഇട്ടല്ലേ. അപ്പോൾ എന്തൊക്കെ വെള്ളം പിഴിഞ്ഞെടുത്താലും ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വെള്ളം ചേർക്കേണ്ടതില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. നമുക്ക് നല്ല ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നല്ല പൊത്തി വെച്ചിട്ടുള്ളത് വേവിച്ചെടുക്കാവേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉള്ളി ഇടാൻ മറന്നു പോയി കേട്ടോ. ഉള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം മറന്നു. അതും കൂടി ഇട്ട് കൊടുക്കട്ടെ. മറന്നു എന്തോ ഒന്നും കുറഞ്ഞല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായി. എല്ലാം കൂടെ ഇട്ട് നല്ലോണം തീ കുറച്ച് സിമ്മിലിട്ട് വേവിക്കാം കേട്ടോ. അപ്പം അതിന് വെന്ത് മസാല ചൂടാക്കിയതിലേക്ക് കപ്പ കാണിക്കുക ബാക്കി കേട്ടോ. അപ്പം അതിന് ശേഷം എന്താ പറയുക വാടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ലേശം ചിക്കൻ മസാല കേട്ടോ, ലേശം മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 3 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അളവൊന്നും കറക്റ്റ് പറയുന്നില്ല, എൻ്റെ ഒരു അളവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട്. അപ്പം ലേശം എണ്ണ ആ നമ്മൾ വെച്ച പാത്രമില്ലേ അതിനകത്ത് തന്നെ നീക്കിയിട്ട് ലേശം എണ്ണ സ്ഥലത്തിന് ഇടുവാണേ. വേറെ പാത്രത്തിലാക്കുന്നില്ല. അതിൽ തന്നെ നടുക്ക് ലേശം എണ്ണ ഒഴിച്ചു. അത് ചൂടാവേണ്ട, പ്രത്യേകിച്ച് ചൂടാവേണ്ട സമയമൊന്നും വേണ്ട, വേഗമാവും. അപ്പം ഇത് അതിലിട്ടിട്ട് ചൂടാക്കുക കേട്ടോ. അതിലിടുവാണേ. അതവിടെ ചൂടാക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. ഓക്കെ, ഇനി ഇത് മക്കളുടെ ഇളക്കട്ടെ കേട്ടോ. ഇളക്കിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിൽ മാറ്റിട്ടോ. അത് കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് മാറ്റി മനുഷ്യന്മാരെ ഇതുണ്ടോ, ഇതാണ് സംഭവം.
പ്രത്യേകിച്ച് മണമൊന്നുമില്ല, ചെറിയൊരു മണമുണ്ട്. അതെന്ത് മണം എനിക്ക് പറയുന്നത് അറിയില്ല. പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് അധികം ചപ്പാത്തിക്ക് കഴിക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പം പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നും കൂടെ കാണിച്ചു തരാം. വെയിറ്റ്. നമ്മൾ ഉണ്ടാക്കിയ ചില്ലിക്കൂമ്പ്, പിന്നെ കൂണുപ്പേരി, നല്ല ചൂടുള്ള രസം, ഇതെല്ലാം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് 8 ലക്ഷം ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, ചിക്കൻ ചില്ലി, അത്, പിന്നെ ചിക്കൻ കറി. കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ സൺഡേ കഴിഞ്ഞോ, നാളെ വണ്ടേ. നാളത്തേക്കുള്ള ഒന്നും ചെയ്യുന്നില്ല, കാരണം എല്ലാം ഇപ്പം ചെയ്തുള്ളൂ. രാത്രി ചെയ്ത കാര്യമാണ്. നാളെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എനിക്ക് ധാരാളം. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ വീണ്ടും കാണട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ വീഡിയോസ് എല്ലാം കാണാൻ സപ്പോർട്ട് ആകാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്താൽ ലൈക്ക് കൂടെ ചെയ്തേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, അതുവരെ ബൈ.